സുഗതകുമാരി ടീച്ചർ വിടവാങ്ങി. രാത്രി മഴ ചുമ്മാതെ കേളും ചിരിച്ചും. കവയിത്രി സുഗതകുമാരി അന്തരിച്ചു. കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആന്തരിക അവയവങ്ങളെ കോവിഡ് ഗുരുതരമായി ബാധിച്ചിരുന്നു. കവിത കൊണ്ടും നിലപാടുകൊണ്ടും മലയാളിയെ തൊട്ടുണർത്തിയ എഴുത്തുകാരിയായിരുന്നു സുഗതകുമാരി. അമ്പലമണികൾ, രാത്രിമഴ, തുലാവർഷപ്പച്ച തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ കവിതകൾ. കേരള അക്കാദമി പുരസ്കാരങ്ങളും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു. മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടമാണ് സുഗതകുമാരിയെ സുപരിചിതയാക്കിയത്. രാത്രിമഴ മന്ദമീ ആശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലായൊഴുകി വന്നെത്തി. കിളിവാതിൽ വിടവിലൂടേറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരി ശ്യാമയാം ഇരവിന്റെ ഖിന്നയാം പുത്രീ. രാത്രിമഴ നോവിൻ ഞരക്കങ്ങൾ, ഞെട്ടലുകൾ, തീക്ഷ്ണസ്വരങ്ങൾ, പൊടുന്നനെയൊരമ്മ തൻ ആർത്തനാദം. രാത്രിമഴ നോവിൻ ഞരക്കങ്ങൾ, ഞെട്ടലുകൾ, തീക്ഷ്ണസ്വരങ്ങൾ, പൊടുന്നനെയൊരമ്മ തൻ ആർത്തനാദം. ഞാൻ നടുങ്ങിയൻ ചെവി പൊത്തി. തിരുവനന്തപുരം ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സുഗതകുമാരിയുടെ വേർപാടോടെ 7 പതിറ്റാണ്ട് നീണ്ട കാവ്യ ജീവിതത്തിനാണ് അവസാനമായിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, കാത്തിരിപ്പ് വിഫലമായിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കിയാണ് ടീച്ചർ മടങ്ങുന്നത്. ഇപ്പോൾ മൃതദേഹം എവിടെയാണുള്ളത്? സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ തീരുമാനം എങ്ങനെയാണ്? ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. ഇന്ന് രാവിലെ 10:52 കൂടിയാണ് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് ടീച്ചറെ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. കോവിഡ് ബാധിതയായെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യം ചികിത്സ തേടിയത്. എന്നാൽ രോഗം ഗുരുതരമായ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ കൂടി ഇടപെടലിനെ തുടർന്നായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ടീച്ചറെ മാറ്റുന്നത്. മെഡിക്കൽ കോളേജിൽ എത്തി ഇന്നലെ മുതൽ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൃത്രിമ ഓക്സിജൻ നൽകിയെങ്കിൽ പോലും ഓക്സിജൻ എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്നു. കോവിഡിനെ തുടർന്നുണ്ടാവുന്ന ബ്രോങ്കോ ന്യൂമോണിയ എന്ന അവസ്ഥയിൽ ടീച്ചർ എത്തിയിരുന്നു. ഏകദേശം ശ്വാസകോശത്തിന്റെ 90% ന്യൂമോണിയ ബാധിച്ച അവസ്ഥയായിരുന്നു. ഇത് കൂടാതെ ഇന്നലെ ഒരു ഘട്ടത്തിൽ ഹൃദയാഘാതം ഉണ്ടായി. ഇന്ന് രണ്ടാമതും ഹൃദയാഘാതം ഉണ്ടായതോടുകൂടി പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു. വൃക്കയ്ക്കും കിഡ്നിക്കും അടക്കം തകരാറ് ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ മരുന്നുകളോട് പ്രതികരിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും 10:52 കൂടി മരണം മെഡിക്കൽ കോളേജിൽ സ്ഥിരീകരിച്ചു. ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ ഒരു ടീമിനെ തന്നെ രൂപീകരിച്ച് ടീച്ചറിനെ ചികിത്സിക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിരുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരി അന്തരിച്ചിരിക്കുന്നു. കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആന്തരികാവയവങ്ങളെ കോവിഡ് ഗുരുതരമായി ബാധിച്ചിരുന്നു. ഇന്നലെ മുതൽ തന്നെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. കവിത കൊണ്ടും നിലപാടുകൊണ്ടും മലയാളിയെ തൊട്ടുണർത്തിയ എഴുത്തുകാരിയാണ് വിട പറയുന്നത്. ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വാർത്ത, സിസ്റ്റർ അഭയ കൊലപാതക കേസിൽ ഫാദർ തോമസ് കോട്ടൂരിന് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു എന്നതാണ്. ഫാദർ തോമസ് കോട്ടൂരിനെതിരായ കുറ്റം ഇന്നലെ കോടതി ശരിവച്ചിരുന്നു. ഇന്ന് അതിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം ശിക്ഷ തന്നെ കോടതി വിധിച്ചിരിക്കുന്നു. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. VS അനു വിവരങ്ങളുമായി ചേരുകയാണ്. അനു, കോടതിയുടെ ശിക്ഷാവിധി പുറത്തുവരുന്നു, വിശദാംശങ്ങൾ.
രേണുക, കോടതി സിസ്റ്റർ അഭയ കൊലക്കേസിൽ 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 1-ാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ, 3-ാം പ്രതി സിസ്റ്റർ സഫി എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നു. 302 വകുപ്പ് കൊലപാതകം അനുസരിച്ചാണ് 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് പോലെ പരമാവധി ശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ഇതായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ വാദിച്ചിരുന്നത്. ഈ വാദം കോടതി കേട്ടിരിക്കുന്നു. പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമുള്ള പ്രതികളുടെ വാദം കോടതി തള്ളിക്കൊണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് പ്രതികളുടെ ഇത്തരം ഒരു തരത്തിലും നീതീകരിക്കാത്ത പ്രതികളുടെ നടപടിയിൽ പരമാവധി ശിക്ഷ വേണമെന്ന ഒരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഒരു വാദം കോടതി അംഗീകരിച്ചില്ല. പകരം പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് 2 പ്രതികൾക്കും ഇപ്പോൾ ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നലെ മുതൽ തന്നെ ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടത് മുതൽ പ്രതികൾക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാകും ഉണ്ടാവുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അതായത് പരമാവധി ശിക്ഷ, അതായത് തൂക്കുകയർ നൽകുമോ എന്നുള്ള ഒരു ചർച്ച പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നു. പക്ഷേ തൽക്കാലം അത് ഉണ്ടാകില്ല. ജീവപര്യന്തം ശിക്ഷയാകും നൽകുക എന്നൊരു സൂചന തന്നെയാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികൾക്ക് നമുക്ക് പറയാം ചരിത്രപരമായ വിധി തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ട് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധി വന്നിരിക്കുന്നു. ജഡ്ജി K സനൽകുമാറാണ് ഈ പ്രധാനമായ ശിക്ഷാവിധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ രാവിലെ 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ഒരു വാദം മുന്നോട്ട് വെച്ചു. അതിനുശേഷം ഇരു പ്രതികളെയും കോടതി അടുത്ത് വിളിപ്പിച്ചു. ആ സമയത്താണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് കൂടുതൽ ശിക്ഷ നൽകരുത് എന്നൊരു വാദം ആദ്യം ഫാദർ തോമസ് കോട്ടൂർ മുന്നോട്ട് വെച്ചു. അത് കഴിഞ്ഞ് സഫിയെ കോടതി വിളിപ്പിച്ചു. തനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, അവർ പ്രായാധിക്യം ഉള്ളവരാണ്, തന്റെ പെൻഷൻ കൊണ്ടാണ് അവർ കഴിയുന്നത്, അതുകൊണ്ട് തന്നെ തനിക്ക് കൂടുതൽ ശിക്ഷ നൽകരുത് എന്നൊരു വാദം സിസ്റ്റർ സഫിയും കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും തീർച്ചയായും VS അനുവാണ് വിവരങ്ങൾ നൽകുന്നത്. 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷയോ ജീവപര്യന്തമോ വേണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ ഉറപ്പുവരുത്തിയിരിക്കുന്നു കോടതി. 28 വർഷങ്ങൾക്ക് ശേഷമാണ് അഭയ കേസിൽ ഇന്നലെ ഇരുവരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നത്. ഇന്ന് ശിക്ഷ വിധിക്കുകയായിരുന്നു. 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. സമൂഹത്തിന് ഒരു പാഠമാകണം ഈ കോടതി വിധി എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. കോടതി ആ കേസിന്റെ എല്ലാ മെറിറ്റും പരിഗണിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അനു തുടരുന്നുണ്ട്. അനു, ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ വളരെ ശക്തമായ വാദം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. വധശിക്ഷ, പരമാവധി ശിക്ഷയായ വധശിക്ഷ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഉറപ്പുവരുത്തണം എന്ന കോടതിയോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വധശിക്ഷ ഇല്ല എന്നത് ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷനെ അലോസരപ്പെടുത്തുന്ന വിഷയമാണോ? ജീവപര്യന്തം ശിക്ഷ എന്നത് മതിയായ ശിക്ഷയായാണോ പ്രോസിക്യൂഷൻ കാണുന്നത്? തീർച്ചയായും രേണുക, ഏറ്റവും പ്രധാനം ഈ ജീവപര്യന്തം എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികളുടെയും നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഫാദർ തോമസ് കോട്ടൂർ സിസ്റ്റർ അഭയുടെ അധ്യാപകനാണ്. അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 3-ാം പ്രതി സിസ്റ്റർ സഫി സിസ്റ്റർ അഭയയുടെ ഹോസ്റ്റലിലെ വാർഡനായിരുന്നു. അതായത് അഭയയ്ക്ക് താൽക്കാലികമായി എല്ലാ സംരക്ഷണയും നൽകേണ്ടുന്ന വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഏതായിരുന്നാലും അതിനുശേഷം പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പ്രതികൾക്ക് പ്രായാധിക്യമുണ്ട്, അസുഖങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത്തരം രേഖകളും അവർ കോടതിയിൽ ഹാജരാക്കി ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് അവർ വാദിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ വിധി വന്നിരിക്കുന്നു. 2 പ്രതികൾക്കും ജീവപര്യന്തം. 1-ാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിന് നൽകിയ ശിക്ഷ 302, അതായത് കൊലപാതകം അനുസരിച്ച് ജീവപര്യന്തം, പിഴ 5 ലക്ഷം രൂപ, 201 വകുപ്പ് തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ്, 449 വകുപ്പ് അതായത് കോൺവെന്റിൽ അതിക്രമിച്ചു കയറിയതിന് ജീവപര്യന്തം. 3-ാം പ്രതി സിസ്റ്റർ സഫിക്ക് നൽകിയ ശിക്ഷകൾ ഇതാണ്. 302 കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ്,
രണ്ട് പ്രതികളും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കണം, ശിക്ഷാവിധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ രേണുക, രണ്ട് പ്രതികൾക്ക് നൽകിയ ശിക്ഷാവിധി ഇങ്ങനെയാണ്. ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിന് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ്, കോൺവെന്റ് വളപ്പിൽ അതിക്രമിച്ചു കയറിയതിന് ജീവപര്യന്തം എന്നീ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്ക് നൽകിയ ശിക്ഷ 302 വകുപ്പ് അനുസരിച്ച് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ്. രണ്ട് പ്രതികളും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കണം എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സിസ്റ്റർ അഭയ കേസിൽ, അതായത് 28 വർഷവും 9 മാസവും നീണ്ട സിസ്റ്റർ അഭയ കേസിലെ ഏറ്റവും നിർണായകമായ വിധി കോടതി തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നു. രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം, അതിൽ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രേണുക, VS അനു വിവരങ്ങൾ നൽകുന്നത്. 28 വർഷത്തിന് ശേഷം അഭയയ്ക്ക് നീതി കിട്ടിയിരിക്കുന്നു. രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ ആസൂത്രിതമാണോ കൊലപാതകം എന്ന കാര്യം കോടതി ഇന്നും ചോദിക്കുകയുണ്ടായി. അല്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ തന്നെ വേണം എന്ന വാദം കോടതിയിൽ ആവർത്തിക്കുകയായിരുന്നു. എന്തായാലും 28 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിക്കുകയാണ്. തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ്. അനു, ഇനി ഉയരുന്ന ചോദ്യങ്ങൾ, ഇനി പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ത് എന്നതായിരുന്നു. ഇന്നലെ തന്നെ മേൽക്കോടതിയെ സമീപിക്കും എന്ന സൂചന തോമസ് കോട്ടൂർ ഉൾപ്പെടെയുള്ളവർ നൽകിയതാണ്. ഇനിയുള്ള സാഹചര്യങ്ങൾ എന്താണ്? അഭിഭാഷകരുടേതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് എപ്പോൾ മുതൽ ലഭ്യമാകും? രേണുക, അത്തരം പ്രതികരണങ്ങളൊന്നും നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല. മാത്രമല്ല CBI പ്രോസിക്യൂട്ടർമാർ ഇത്തരം കേസുകൾക്ക് ശേഷം സാധാരണ മാധ്യമങ്ങളോട് പ്രതികരിക്കാറില്ല. ഏതായാലും അത്തരം ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം കൂടെ രേണുക സൂചിപ്പിച്ചതുപോലെ, ഇനി പ്രതികൾക്ക് മുന്നിലുള്ള സാഹചര്യം, പ്രതികൾക്ക് ഇനി മേൽക്കോടതിയിൽ, അതായത് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതായാലും അത്തരം നടപടികൾ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വ്യക്തവുമാണ്. കാരണം ഈ കേസിന്റെ എല്ലാ നടത്തിപ്പ് കാലയളവിലും ഈ കേസിന്റെ നടത്തിപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായി. വിടുതൽ ഹർജിയുമായി സുപ്രീം കോടതിയിൽ വരെ പോകുന്ന ഒരു നടപടി. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവം സാക്ഷിയായ ഒരു കേസിലെ വിധി എന്ന് കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകൻ ജോമൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞതുപോലെ ദൈവം സാക്ഷിയായ ഒരു കേസാണ്. ഇപ്പോൾ ആ കേസിലാണ് രണ്ട് പ്രതികൾക്കും ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഇപ്പോൾ കോടതിയുടെ ഉത്തരവായിരിക്കുന്നത്. ഇതിൽ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തമാണ്. ഈ സാങ്കേതികമായി അത് പറയുന്നതിൽ കൂടി ഒരു തവണ ശിക്ഷാവിധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തമാണ് ഫാദർ തോമസ് കോട്ടൂരിന്. ഒരിക്കൽ കൂടി ഇത് സംബന്ധിച്ച ഈ ശിക്ഷയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇതാണ്. ജീവപര്യന്തം പിഴയും ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവും 50,000 രൂപ പിഴയും. അതുകൂടാതെ ഈ കോൺവെന്റിൽ അതിക്രമിച്ച് കയറിയതിന് 449 വകുപ്പ് അനുസരിച്ച് ജീവപര്യന്തം. ഇതാണ് ഫാദർ തോമസ് കോട്ടൂരിനെതിരെ നൽകിയ ശിക്ഷയും. മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്ക് 302 വകുപ്പ് കൊലപാതകം അനുസരിച്ച് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കൽ അതായത് 201 വകുപ്പ് അനുസരിച്ച് 7 വർഷം തടവും 50,000 രൂപ പിഴയും നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ചരിത്രപരമായ വിധി തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. രേണുക, VS അനു വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും കേരളം കാതോർത്തിരുന്ന ശിക്ഷാവിധിയാണ്. 28 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിക്കുന്നത്. രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ പ്രത്യേക CBI കോടതി ഉറപ്പു നൽകുന്നു. ശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. കോട്ടയം പയസ് 10th കോൺവെന്റിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിൽ രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നത്. കേസിൽ 1ഉം 3ഉം പ്രതികളാണ് ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും. ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി ഇന്നലെയാണ് കണ്ടെത്തിയിരുന്നത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് ഇന്നലെ കോടതി വ്യക്തമാക്കിയിരുന്നു. ആ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തം എന്ന് പറയാൻ കഴിയുന്ന ശിക്ഷ, 16 ലക്ഷം രൂപ പിഴയും ഒടുക്കണം എന്ന് കോടതി ഇന്നത്തെ ശിക്ഷാവിധിയിൽ പറയുകയാണ്. തങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രായമായ മാതാപിതാക്കളുണ്ട് എന്ന് സിസ്റ്റർ സെഫി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ പ്രതികളുടെ വാദങ്ങൾ ഒന്നും തന്നെ കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. പരമാവധി ശിക്ഷ തന്നെ രണ്ട് പ്രതികൾക്കും കോടതി ഉറപ്പാക്കിയിരിക്കുന്നു ഈ കേസിൽ എന്ന് മനസ്സിലാകും. നീതിയെ
ഇല്ലായ്മ ചെയ്യാനുള്ള പല ശ്രമങ്ങളും പല വിധത്തിലും നടന്ന കേസിൽ 28 വർഷത്തിന് ശേഷം നീതി ഉറപ്പാക്കാൻ കോടതിക്ക് കഴിഞ്ഞിരിക്കുന്നു. 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു എന്നതാണ്. അനു തുടരുന്നുണ്ട്. അനു, ഇന്ന് കോടതിയിലെത്തിയപ്പോൾ ഈ ശിക്ഷാവിധി നടപടികളിലേക്ക് കോടതി കടന്നപ്പോൾ അത് തല കുനിച്ച് കേട്ടിരിക്കുകയായിരുന്നു സിസ്റ്റർ സെഫി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ പ്രതികരണങ്ങൾ എന്താണ് കോടതിയിൽ ഈ ശിക്ഷാവിധി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ എന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? വിചാരണ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ കോടതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ തരമില്ല. അപ്പോൾ അങ്ങനെ ശിക്ഷയ്ക്ക് അർഹനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ട് ന്യായമായ ശിക്ഷ കോടതി കൊടുത്തു എന്നുള്ളതിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. കാരണം ഞാൻ ചെയ്ത ജോലി അത് ശുഭപര്യവസായിയായിട്ട് തീർന്നതിൽ. സാറിന്റെ കണ്ടെത്തൽ ഒരിക്കൽ കൂടി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമല്ല. അത് സാറ് വലിയ അഭിമാനം നൽകുന്ന ഒരു നിമിഷം കൂടിയാണ്. എൻ്റെ ജോലി കൃത്യമായി ഞാൻ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോഴത്തെ ഈ വിധി. അത് കാരണം എനിക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കുറ്റം തെളിയുമ്പോൾ കോടതി ശിക്ഷിക്കാതിരിക്കാൻ നിർവാഹമില്ല. കോടതി അതുകൊണ്ട് അനുയോജ്യമായ ശിക്ഷ കോടതിക്ക് തോന്നുന്ന അനുയോജ്യമായ ശിക്ഷ കൊടുത്തു. അതിൽ എനിക്ക് അത് അങ്ങനെ പര്യവസാനിച്ചതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരാളെ വിചാരണയുടെ ഇടയ്ക്ക് ഒഴിവാക്കപ്പെട്ടിരുന്നു. അത് ആ ഒഴിവാക്കപ്പെട്ട പ്രതിക്ക് എതിരായിട്ടുള്ള വിചാരണ തുടങ്ങും. അതിനുള്ള ആ ഹൈക്കോടതി ഓർഡറിന് ചലഞ്ച് ചെയ്തിട്ട് നമ്മൾ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ട്. CBI, ഞാനിപ്പോൾ CBIയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനല്ല ഫയൽ ചെയ്തത്, CBI ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും അനുയോജ്യമായ ഒരു വിധി തന്നെ ഉണ്ടാകും. ജോസ് പൂത്തൃക്കയിൽ എന്ന ആ പ്രതി അച്ഛനെയും വിചാരണ നടത്തും. അദ്ദേഹത്തിന് ആ വിചാരണ കോടതിയിൽ അദ്ദേഹം ചെയ്ത കുറ്റം തെളിയുമെന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അത് കാരണം കുറ്റം ചെയ്ത ആളിന് ന്യായമായ ശിക്ഷ കിട്ടാനും അതിനുള്ള സാമാന്യ നീതി അത് ഈ കേസിൽ ശിക്ഷ വിചാരണ നേരിടാത്ത ആ വൈദികനും ഇതേ ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. പ്രതികൾക്ക് മുന്നിൽ നിയമ നടപടികൾ ഇനിയും ബാക്കിയുണ്ട്, സാധ്യതകൾ ബാക്കിയുണ്ട്. അവർക്ക് അപ്പീൽ പോകാം, അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ. വ്യവഹാരങ്ങൾ വീണ്ടും പോകാനുള്ള സാഹചര്യത്തിലേക്കും അന്തിമ തീർപ്പിനെ കാത്തിരിക്കേണ്ട സ്ഥിതിയിലേക്ക് വീണ്ടും വരാനിടയില്ലേ? അന്തിമ തീർപ്പിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. കാരണം വിചാരണ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. CBI സ്പെഷ്യൽ ജഡ്ജ് അദ്ദേഹത്തിൻ്റെ വിചാരണ കണ്ടെത്തലും അതിൻ്റെ ശിക്ഷാവിധിയും ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും. സാധാരണ ഉണ്ടാവുന്നതാണ്. ഈ കേസിലും അങ്ങനെ തന്നെ സംഭവിക്കും. അവർ സന്തോഷത്തോടു കൂടി അതിന് കീഴടങ്ങി ജയിലിൽ പോവില്ല. അവർ അപ്പീൽ തീർച്ചയായിട്ടും കൊടുക്കും. പക്ഷേ എങ്കിലും ഈ കേസിൻ്റെ തെളിവ് ആകെ തുകയിൽ നമ്മൾ കാണുമ്പോൾ അത് അപ്പീൽ പോയാലും ഈ കേസിന് പ്രതികൾക്ക് കിട്ടിയ ശിക്ഷ സ്ഥിരപ്പെടുത്തുമെന്നുള്ളതാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അതെ, അത് ബലമായ ശക്തമായ സാഹചര്യ തെളിവുകൾ, നേരിട്ടുള്ള തെളിവുകൾ ഈ കേസിലില്ലല്ലോ. ശക്തമായ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉള്ളതിനാൽ അപ്പീലിലും ഈ കേസ് വിചാരണ കോടതിയുടെ കണ്ടെത്തലും ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. ഒരുപാട് അട്ടിമറി ശ്രമങ്ങളൊക്കെ നടന്ന കേസാണല്ലോ. ഇത്രയും ശിക്ഷ കുറഞ്ഞു പോയെന്നോ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനില്ല. കോടതിക്ക് ന്യായമെന്ന് തോന്നുന്ന ഒരു ശിക്ഷ വിധിച്ചത് അത് കുറഞ്ഞു പോയെന്ന് എനിക്ക് വിചാരമില്ല. കോടതിക്ക് ന്യായമായി തോന്നുന്നത് ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ശിക്ഷ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ശിക്ഷ ഞാൻ ചെയ്ത ജോലി പൂർണ്ണതയിലെത്തി ഈ ശിക്ഷാവിധി അച്ഛന് വിധി. അനിൽകുമാർ എന്ന ന്യായാധിപൻ നീതിമാനായ ദൈവത്തെ പോലെയാണ് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. അഭയക്കേസിലെ 1-ാം പ്രതി തോമസ് കോട്ടൂരിനെയും 3-ാം പ്രതി സിസ്റ്റർ സെഫിയെയും ജീവിതകാലം മുഴുവൻ
ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിരിക്കുകയാണ്. 5 വർഷം 5 ലക്ഷം രൂപ കഠിന തടവിനും പിഴയും ശിക്ഷിച്ചിരിക്കുകയാണ്. 2 പേർക്കും 5 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. മൂന്ന് പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിന്റെ വിജയമെന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞത്. സിസ്റ്റർ അഭയയ്ക്ക് നീതി കിട്ടിയെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. നേരത്തെ നമ്മൾ കണ്ടത് CBI മുൻ ഡിവൈഎസ്പി വർഗീസ് പി തോമസിന്റെ പ്രതികരണമായിരുന്നു. അദ്ദേഹവും ഈ ശിക്ഷാവിധിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അഭിമാനം തോന്നുന്നു എന്ന നിമിഷം സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കേസിൽ നിന്ന് രക്ഷപ്പെട്ട ജോസ് പുത്രിക്കലിനും ഇതേ സമാനമായ രീതിയിൽ വിചാരണ നേരിട്ട് ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ CBIയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതും ഈ നീതിയുടെ ഭാഗത്തുകൂടി തന്നെ പോകും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും പോലെയാണ് ഇന്നൊരു വിധി പറഞ്ഞിരിക്കുന്നത്. അതാണ്, അതിൽ കൂടുതൽ വാക്ക് പറയാനില്ല. ഇവിടെ ഈ കേസിലെ 2 പ്രതികൾക്കും ജീവിതകാലം മുഴുവൻ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഇത് നീതിക്കും ന്യായത്തിനും വേണ്ടി നിയമപോരാട്ടം നടത്തുന്ന ഒരു വിജയമാണ്. പണവും സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ ജുഡീഷ്യറിയൊക്കെ, അന്വേഷണ ഏജൻസിയൊക്കെ സ്വാധീനിച്ച് ജുഡീഷ്യറിയൊക്കെ അട്ടിമറിച്ച് സ്വാധീനിച്ച് രക്ഷപ്പെടാമെന്ന് ധരിക്കുന്നവർക്കൊരു തിരിച്ചടിയാണ്. ജുഡീഷ്യറിയോടുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇടയായി. ഇവിടെ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്. നിയമവിരുദ്ധമായ പ്രവൃത്തി, കൊലപാതകം നടത്തിയാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് വന്നിരിക്കുകയാണ്. അതൊരു കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ ഇടയാവും എന്നാണ് എനിക്ക് പറയുന്നത്. 28 ദിവസം നീണ്ട നിയമപോരാട്ടത്തിന് ശേഷമാണ് അതിന് പുറകെ താങ്കൾ ഒരു മടിയും കൂടാതെ നടന്നതാണ്. ഇപ്പോൾ എന്ത് ഒരു ചാരുവാക്യം തോന്നുന്നുണ്ടോ? ഉണ്ട്. എൻ്റെ ജീവിത അഭിലാഷം പൂവണിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം വേറെ ഇല്ല. എല്ലാ ആഗ്രഹങ്ങളും ഇതിൽ മാത്രം ഒതുക്കി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് നിർണായകമായി അടയ്ക്കാരാജുവിനെ വിടുന്നുണ്ട്. അതെ, അടയ്ക്കാരാജു ദൈവം ഒരു മോഷ്ടാവിൻ്റെ രൂപത്തിലെത്തി അഭയെ കൊല്ലപ്പെടുന്ന സമയത്ത് ഗവൺമെൻറ്റിൽ കണ്ടു. ആ സത്യം ഉറച്ചു നിന്നുകൊണ്ട് കോടതി പറഞ്ഞു ദൈവമാണ് ഇതിലെ വാദി, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ചെല്ലണമെന്നില്ലല്ലോ. അതാണ് എനിക്ക് ദൈവത്തിൻ്റെ ഓരോ നിയോഗമായിട്ടാണ് അതിനെ കാണുന്നത്. ഈ പ്രതികൾ ഒരുപക്ഷെ നിയമപോരാട്ടത്തിന് പോകാൻ സാധ്യതയുണ്ട്. അല്ല, പോകില്ല. പോകുമ്പോൾ CBIയോടൊപ്പം ഞാനും കാണും. സുപ്രീം കോടതി വരെ പോകും. ഓക്കെ, കാണും. ഇപ്പോൾ ശ്രീ BT രഘുനാഥ്, മുൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ്. ശ്രീ BT രഘുനാഥ്, താങ്കൾക്ക് ഈ കേസിൽ ഉള്ള പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ 28 വർഷത്തിന് ശേഷം ഈ കേസിൽ ശിക്ഷാവിധി വരുന്നു. ഇരട്ട ജീവപര്യന്തം കോട്ടൂരിന്, സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തം. എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയെ കാണുന്നത്? ശിക്ഷാവിധിയെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഈ കേസിലുള്ള റോൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ 2006 CJM ആയിട്ടിരിക്കെ, 2005-2006 കാലഘട്ടത്തിൽ CJM ആയിട്ടിരിക്കുമ്പോഴാണ് ഈ കേസിൽ അന്വേഷണ ഏജൻസി ആയിരുന്ന CBI ഫയലാക്കിയിരുന്ന ഒരു കേസ് തള്ളിക്കളയാനുള്ള, കേസ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു റിപ്പോർട്ടാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിക്ക് ഒന്നുകിൽ അത് കണ്ണടച്ച് വാങ്ങിവെച്ച് കേസ് ക്ലോസ് ചെയ്തു എന്നൊരു ഓർഡർ ഇടാം. അല്ല, വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് CBIയോട് തന്നെ ഡയറക്റ്റ് ചെയ്യാം, കൂടുതൽ അന്വേഷണം നടത്താൻ ഡയറക്റ്റ് ചെയ്യാം. ആ ഭാഗമാണ് ഞാൻ കൈകാര്യം ചെയ്തത്. എനിക്ക് തോന്നി ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ CBIയുടെ അപ്പോഴത്തെ നിലപാട്, അതായത് ഇതിൽ മർഡറൊന്നും അല്ല, പ്രതികളില്ല, പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആ സ്റ്റാൻഡ് മാറ്റാൻ പറ്റും എന്നെനിക്ക് തോന്നി. പക്ഷേ അവിടെ എൻ്റെ മുന്നത്തെ 2 CJM ഈ കേസ് കൈകാര്യം ചെയ്തവരും CBIയോട് വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു. CBI അത് അന്വേഷിച്ചു, വീണ്ടും റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ വെറുതെ ഒരു ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. എന്താണ് ഈ കേസിൽ കണ്ടെത്താൻ സാധിക്കാത്ത വസ്തുത, ആ സംഗതി കണ്ടെത്താനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി, എന്നിട്ട്
CBIക്ക് ഡയറക്ഷൻ കൊടുക്കാൻ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരുന്നു എൻ്റെ ധാരണ, എൻ്റെ ഒരു ഡിസിഷൻ. അതിനുവേണ്ടി ഞാൻ ആ സ്ഥലം സന്ദർശിക്കണം. അതായത് അഭയ താമസിച്ചു എന്ന് പറയുന്ന ഹോസ്റ്റല്, അഭയ ഉപയോഗിച്ചിരുന്ന മുറി, അഭയ മരിച്ചു കിടന്നു എന്ന് കണ്ടതായിട്ട് ഉള്ള കിണർ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്ക് നേരിട്ട് പരിശോധിച്ച് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം CBI നോക്കണം എന്ന് CBIക്ക് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ഉത്തരവിട്ടു. എൻ്റെ ഉത്തരവിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഇത്തരം ഇപ്പം നേരിട്ട് നമുക്ക് ഡയറക്റ്റ് എവിഡൻസ്, ദൃക്സാക്ഷികളില്ലാത്തൊരു കേസ്, അങ്ങനെയുള്ള കേസിൽ നമ്മൾക്ക് സാഹചര്യ തെളിവുകൾ വെച്ചിട്ടാണ് കോടതികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. അങ്ങനെ ഉള്ള സാഹചര്യ തെളിവുകളിലേക്ക് CBIക്ക് ചെന്നെത്താവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷേ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെയൊക്കെയോ ഇടപെടൽ ഉണ്ടാവാം, അല്ലെങ്കിൽ സാധാരണ ഒരു മജിസ്ട്രേറ്റ്, ഒരു ജഡ്ജി ചെയ്ത സ്ഥലം പരിശോധിക്കണമെന്ന് പറഞ്ഞ ഉത്തരവിനെ ഹൈക്കോടതി നേരിട്ട് ചാലഞ്ച് ചെയ്യുന്ന ഒരു സംഭവം വളരെ ഇല്ലാന്ന് തന്നെ പറയാം. തീർച്ചയായും ഈ കേസ് തന്നെ ഇല്ലാതാക്കാനുള്ള ജുഡീഷ്യറിയുടെ ഇടപെടൽ പോലും പല ഘട്ടങ്ങളിൽ കണ്ടതാണ്. ഏതൊരു സാധാരണ ഉദ്യോഗസ്ഥനും കണ്ടെത്താൻ കഴിയുന്ന ഒരു കൊലക്കേസിൽ അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയുന്ന കൊലക്കേസിൽ കേസ് അന്വേഷിക്കുന്നവർ, നീതിന്യായ വ്യവസ്ഥ ഒക്കെയും എങ്ങനെയൊക്കെ പെരുമാറി എന്നത് കണ്ടതാണ്. എങ്കിൽ പോലും 28 വർഷത്തിനൊരു അവസാനം അതിൽ നീതി നടപ്പാകുന്നു എന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരിക്കലും നീതി ലഭിക്കാതെ പോകുന്നില്ല ആ കേസിൽ എന്നത് എത്രമാത്രം പ്രതീക്ഷ നൽകുന്നതാണ്? ഈ കേസിൽ എന്താ പറയുക, 28 വർഷം കഴിഞ്ഞിട്ടൊരു വിധി വരുന്നു. അതും വിധിയെ വിക്ടിമിന് ഇരയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം നടക്കുന്ന ഒരു സംഗതി തന്നെയാണ്. നമ്മൾ പറയാറുണ്ട്, എത്ര നമ്മൾ ശ്രമിച്ചാലും നശിപ്പിച്ചാലും ഒരു തെളിവെങ്കിലും, ഒരു തുരുമ്പെങ്കിലും എവിടെയെങ്കിലും ബാക്കി നിൽക്കും. ഈ കേസിലും ആ ഒരു തുരുമ്പ് ബാക്കി നിന്നു. അതാണ് അടയ്ക്ക രാജുവിൻ്റെ മൊഴിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന അറിവേ ഇപ്പോഴത്തെ തെളിവുകളെ സംബന്ധിച്ച് എനിക്കുള്ളൂ. എങ്കിലും അടയ്ക്ക രാജുവിൻ്റെ ഒരു തെളിവ് വളരെ അധികം കോടതിക്ക് റിലയബിൾ ആയിട്ടുള്ളൊരു തെളിവായിട്ടാണ് കോടതി എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ കേസിൽ പറയുകയാണെങ്കിൽ തെളിവാകാവുന്ന പല കാര്യങ്ങളും പല ഏജൻസികളും, അതാത് കാലത്ത് അന്വേഷണം നടത്തിയ പല ഏജൻസികളുടെയും സഹായത്തോടു കൂടി നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാലും അവസാനം ഈ കേസിൽ അതൊക്കെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലും ഒരു ക്രൂരകൃത്യം നടന്നത് തെളിയിക്കപ്പെടുന്നു. 28-ാം വർഷം അത് ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. ഒരു ജഡ്ജി എന്ന നിലയ്ക്ക് എനിക്കന്ന് ചെയ്യാൻ പറ്റാത്ത, എന്നെ ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു കാര്യം ഇപ്പം സഫലമാകുന്നു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക് വളരെ, ഒരു റിട്ടയർഡ് ജഡ്ജി എന്ന നിലയ്ക്ക്. തീർച്ചയായും വളരെ ദയവായി താങ്കൾ തുടരുക. ഞാനിപ്പോൾ അനുവിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടിയതിനു ശേഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ VT രഘുനാഥ്, മുൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് നമുക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തിലേക്ക് വരാം. ഇപ്പോൾ അനു ഉണ്ട്. അനു, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രതികളെ ഇനി എങ്ങനെയാണ് കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത്? അവരെ ഏത് പൂജപ്പുര ജയിലിൽ നിന്നാണ് തോമസ് കോട്ടൂർ വന്നത്? അട്ടക്കുളങ്ങരയിൽ നിന്നാണ് സെഫി എത്തിയത്. അവരെ ആ ജയിലുകളിലേക്ക് തന്നെ ആയിരിക്കുമോ കൊണ്ടുപോവുക? വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ഇപ്പോൾ ശിക്ഷാവിധി, ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷാവിധിയും വന്ന സാഹചര്യത്തിൽ പ്രതികളെ അല്പസമയത്തിനകം നേരത്തെ രേണുക പറഞ്ഞതുപോലെ തന്നെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും അതുപോലെ തന്നെ പൂജപ്പുര ജയിലിലേക്കും മാറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തമാണ് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ കൊലപാതകത്തിന് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവും 50,000 രൂപ പിഴയും,
കോൺവെന്റിൽ അതിക്രമിച്ചു കയറിയതിന് ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും, സിസ്റ്റർ സെഫിക്ക് നൽകിയ ശിക്ഷ കൊലപാതകത്തിന് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവും 50,000 രൂപ പിഴയും. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല ഈ പിഴത്തുക ഇനി അഭയയുടെ ആരെങ്കിലും നൽകണമോ, കുടുംബത്തിന് നൽകണമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഈ ജഡ്ജ്മെന്റിന്റെ കൃത്യമായ ഒരു കോപ്പി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും 28 വർഷവും 9 മാസവും നീണ്ട ഏറ്റവും പ്രധാന കോളിളക്കം സൃഷ്ടിച്ച അഭയ കേസിലെ വിധിയും പ്രതികൾക്കുള്ള ശിക്ഷയും വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ മറ്റു കാര്യങ്ങൾ, അതായത് പ്രതികൾക്ക് ഇനിയും ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് അവർ തയ്യാറാകും എന്ന് ഇന്നലെ ഫാദർ തോമസ് കോട്ടൂരിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അത്തരം നടപടികൾ തുടരുകയും ചെയ്യും. ഏതായിരുന്നാലും ചരിത്രപരമായ വിധി തന്നെ രേണുക ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പ്രോസിക്യൂഷൻ വാദിച്ചതുപോലെ അസാധാരണമായ ഒരു കേസാണിത്. ഒരു അധ്യാപകൻ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ഇതിന്റെ ഒരുപക്ഷെ ജോമോൻ പുത്തമ്പുരക്കൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരു വിധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് തന്നെയാണ് കേരളം മുഴുവൻ പറയുന്നത്. താങ്കൾക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? KS അനിൽകുമാർ എന്ന ന്യായാധിപൻ നീതിമാനായ ദൈവത്തെ പോലെയാണ് ഇന്നൊരു വിധി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിലെ 2 പ്രതികൾക്കും ജീവിതകാലം മുഴുവൻ ജീവപര്യന്തം പറഞ്ഞിരിക്കുകയാണ്. 5 ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്ത് പണവും സ്വാധീനവും ഉപയോഗിച്ച് കോടതിയെല്ലാം അന്വേഷണ ഏജൻസിയെല്ലാം അട്ടിമറിച്ച്, അന്വേഷണങ്ങളെല്ലാം അട്ടിമറിച്ച് വിജയിക്കാം, സാക്ഷികളെല്ലാം പോയി കൂറുമാറി എന്ന് വിചാരിക്കുന്നവർക്കും സാക്ഷികളെല്ലാം മരിച്ചുപോയാൽ രക്ഷപ്പെടാമെന്ന് ധരിക്കുന്നവർക്കെല്ലാം ഒരു തിരിച്ചടിയാണ്. യഥാർത്ഥ ഇതിലെ ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഒരു മോഷ്ടാവിൻ്റെ രൂപത്തിൽ ദൈവം ഒരു മോഷ്ടാവായി ഈ കോൺവെൻറ്റിലെത്തി ഈ അഭയെ കൊല്ലുന്നത് കണ്ട് ദൃക്സാക്ഷിയായിട്ട് കോടതിയിൽ മൊഴി പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്. ആരുമില്ലാത്തൊരു കേസ് ദൈവം ബാധയെ നടത്തി ഞാനൊരു നിമിത്തം മാത്രമാണ്. ഇതെല്ലാവരുടെയും വിജയമായിട്ടാണ് കാണുന്നത്, എൻ്റെ വിജയമായിട്ട് കാണുന്നില്ല. ഇത് ഈ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്കുള്ള വിജയമായിട്ട് ഞാനിതിൽ കണക്കാക്കുന്നു. ഞാനൊരു നിമിത്തം മാത്രം. എൻ്റെ ജീവിത അഭിലാഷം 3 പതിറ്റാണ്ടായി ഒരുപാട് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ട വന്നതെല്ലാം ഇന്നത്തെ ദിവസം അഭയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ പ്രതികൾ ഇനി മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്ന നമുക്ക് കിട്ടുന്ന CBIയോടൊപ്പം പ്രോസിക്യൂഷനോടൊപ്പം അത് പ്രതികൾക്ക് ഈ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഈ കോടതി വിധി, CBI കോടതിയിലെ സുപ്രധാനമായ വിധി ശരിവെക്കാൻ വേണ്ടി CBIയോടൊപ്പം ഞാൻ കാണും. തീർച്ചയായും പ്രതികൾ അങ്ങനെ അപ്പീലുമായി മേൽക്കോടതിയെ പോകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്രയും കാലം തുടർന്നു വന്ന ഇതേ നിയമ പോരാട്ടം വീണ്ടും തുടരും എന്ന് തന്നെയാണ് ജോമോൻ പുത്തമ്പുരക്കൽ വ്യക്തമാക്കുന്നത്. 28 വർഷവും 9 മാസവും നീണ്ട കേരളത്തിലെ കോളിളക്കം സൃഷ്ടിച്ച സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഇന്നലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് CBI കോടതി വിധിച്ചിരിക്കുന്നു. ഇന്ന് ഈ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ പ്രോസിക്യൂഷൻ നേരത്തെ വാദിച്ചതുപോലെ പരമാവധി ശിക്ഷ നൽകണമെന്നും വാദിച്ചെങ്കിലും ഇപ്പോൾ ജീവപര്യന്തം, നേരത്തെ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ ജീവപര്യന്തം തന്നെയാണ് ഒരു ഘട്ടത്തിൽ അവരും പ്രതീക്ഷിച്ചിരുന്നത്. ഏതായിരുന്നാലും ഒരു വലിയ ചരിത്രപരമായ വിധി തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വിവരങ്ങൾ നൽകിയത്. എന്തായാലും മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗം തീരുമാനിക്കുന്നതെങ്കിൽ നിയമ പോരാട്ടം തുടരും എന്നാണ് അഭയ ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ 28 വർഷം നീണ്ട പോരാട്ടത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നു. നമുക്കൊപ്പം ശ്രീ VT രഘുനാഥ്, മുൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തുടരുന്നുണ്ട്. ശ്രീ VT രഘുനാഥ്, താങ്കളെ CJM സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുന്നേ ഇതിലെ സത്യം വെളിവാക്കാനുള്ള അവസരം താങ്കൾക്ക് ലഭിക്കുമായിരുന്നു എന്ന് താങ്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കിയുള്ള ഇടപെടലുകളാണ് അന്ന് നടന്നത്. അങ്ങനെ നിയമ സംവിധാനത്തെ പോലും സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും കഴിയുന്ന ശക്തികൾ ഇതിന് പിന്നിലുണ്ട്. ഈ കേസിന്റെ വിധി മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. ഇനി മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമാണ് അവർ തേടുന്നത്. അങ്ങനെയുള്ള ഇടപെടലുകളും സ്വാധീനവും ഭയപ്പെടുത്തലും ഒക്കെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകളാണോ താങ്കൾ കാണുന്നത്? ഇപ്പോഴത്തെ ഈ ആശ്വാസം അതിന് എത്ര ലൈഫ് എന്നതിൽ താങ്കൾക്ക് ആശങ്കയുണ്ടോ? ഇപ്പോഴത്തെ രണ്ട് ജീവപര്യന്തവും അതോടനുബന്ധിച്ചുള്ള മറ്റു ശിക്ഷകളുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ വിധിക്കെതിരെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ
അവർക്ക് ആ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യം കിട്ടാനുള്ള ഒരു പ്രൊവിഷനുണ്ട്, പ്രൊവിഷൻ നിലവിലുണ്ട്. അത് ഇൻവോക്ക് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അത് നമ്മുടെ കോടതികൾ ഈ വിധിയെ എങ്ങനെ കാണുന്നു, ആ വിധിന്യായത്തെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ ആ ജാമ്യം കിട്ടാൻ അർഹത ഉണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനം കോടതിയിൽ നിന്ന് വരുന്നത്. അത് ഇപ്പം നമ്മളുടെ ഇവിടുത്തെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ പല വിധത്തിൽ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അദ്ദേഹത്തിലേക്ക് തന്നെ മടങ്ങി വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം എന്നതാണ് മനസ്സിലാക്കുന്നത്. തോമസ് എം കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തമാണ് ഇന്ന് തിരുവനന്തപുരം പ്രത്യേക കോടതി CBI പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നത്. സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തവും ശിക്ഷ, പിഴയുൾപ്പെടെയുള്ള ശിക്ഷാവിധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28 വർഷത്തിന് ശേഷം സിസ്റ്റർ അഭയയ്ക്ക് നീതി ഉറപ്പാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം CBI കോടതി. ഇപ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. പ്രതിഭാഗം മേൽക്കോടതിയെ സമീപിക്കാനാണ് നീക്കം എങ്കിൽ ഈ നിയമ പോരാട്ടം ഇതുപോലെ തുടരും, ഈ ശിക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ ഈ നിയമ പോരാട്ടം തുടരും എന്നതാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നത്. ഇപ്പോൾ ഇത് ഒരു താൽക്കാലിക ആശ്വാസമാണ് എന്ന് തോന്നാമെങ്കിൽ പോലും ഈ നിയമ പോരാട്ടങ്ങൾ തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ ശ്രീ VT രഘുനാഥ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സർ, താങ്കൾ പറഞ്ഞു വരികയായിരുന്നു നീതിന്യായ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെട്ടു, ഇനിയും അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന കാര്യത്തിലായിരുന്നു താങ്കൾ പറഞ്ഞു വന്നത്. തുടരാം. അതെ, നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം സ്വാധീന ശക്തിയുള്ളവരാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികളെന്ന്. നമ്മളുടെ ഇവിടുത്തെ ഏത് വ്യവസ്ഥിതി നോക്കിയാലും സ്വാധീനിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ എവിടെയും കാണുന്നത്. ഇപ്പോൾ ഈ കേസിൽ മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ തന്നെ കേരള പോലീസ് അന്വേഷണം നടത്തി വിജയിച്ചില്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വിജയിച്ചില്ല, CBI 3 തവണ റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തു. ഇവിടെയെല്ലാം സ്വാധീനത്തിൻ്റെ നിഴലുകളുള്ളതായിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാധീനങ്ങൾ ഇല്ലെങ്കിൽ ഈ കേസ് ആദ്യം തന്നെ തെളിയിക്കപ്പെടില്ലേ? ഇപ്പോൾ ഞാൻ കണ്ടെത്തണമെന്ന് വിചാരിച്ച, ഞാൻ CBIക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്ന് വിചാരിച്ച ആ കാര്യങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടാവണമല്ലോ എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഓർഡർ മേലെ കോടതിയിൽ ചാലഞ്ച് ചെയ്യാം. എന്നെ ആ സ്ഥലത്തു നിന്ന് മാറ്റേണ്ട കാര്യമില്ല. കാരണം ഞാൻ അവിടെ തന്നെ തുടർന്നാൽ അത് വീണ്ടും ആ കേസിനെ അവർക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ വരുമോ എന്ന് ഭയന്നിട്ടാവാം എന്നെ അവിടെ നിന്ന് മാറ്റിയത്. എന്നെ മാറ്റിയത് മാത്രമല്ല, ഞാൻ അവിടെ ഇരുന്ന ആ പോസ്റ്റിൽ എന്നെ മാറ്റിയതിന് ശേഷം 4 മാസത്തോളം വേറൊരു ഓഫീസറെ പോസ്റ്റ് ചെയ്തില്ല. ആ പോസ്റ്റ് വേക്കൻ്റ് ആയിട്ടിട്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണ്? എൻ്റെ ഓർഡർ ഹൈക്കോടതി ദുർബലപ്പെടുത്തുന്നത് വരെ അവിടെ ആര് വന്നാലും അത് തുടരാൻ പറ്റും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഈ വക സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? സ്വാധീനം തന്നെയാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ്. അതായത് ആ കേസ് എങ്ങനെയെങ്കിലും തേച്ചു മാച്ച് കളയണോ, യാതൊന്നും തന്നെ പുറത്തു വരരുത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ കേസിൻ്റെ വസ്തുതകളിലേക്ക് ഒന്നും കൂടി ആഴത്തിൽ ഇറങ്ങാം. ഈ കൊലപാതക കേസിൽ വിക്ടിമിൻ്റെ ആന്തരിക അവയവങ്ങൾ കേസ് അവസാനിക്കുന്നത് വരെ സൂക്ഷിക്കണം എന്നാണ്, വിസേര എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. പക്ഷേ അത് RDOയെ സ്വാധീനിച്ച് RDO ആദ്യം ഇത് അസ്വാഭാവിക മരണം എന്നുള്ള നിലയിൽ RDOയുടെ ജൂറിസ്ഡിക്ഷനിലായിരുന്നു. RDOയെ കൊണ്ട് ആ സാധനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ മധ്യേ തന്നെ അതെല്ലാം നശിപ്പിച്ചു. സ്വാധീനമല്ലേ? ഉദ്ദേശം എന്താണ്? തെളിയരുത്, കേസ് തെളിയരുത്. പിന്നെ അതുപോലെ തന്നെ അഭയ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതെല്ലാം തന്നെ കേസിലേക്ക് പലതരത്തിലും ഉപയുക്തമാക്കാവുന്ന തെളിവുകളുണ്ടാവും അതിൽ. പക്ഷെ അത് പെട്ടെന്ന് നശിപ്പിച്ചു. അതിനും പുറമെ പറയുകയാണെങ്കിൽ അഭയയുടെ ബോഡി എടുത്ത്, ഇതും കൂടി പറയാം ഒന്നുകൂടി. അഭയ കിണറിൽ നിന്ന് ബോഡി എടുത്ത ഉടനെ ഒരു ഫോട്ടോഗ്രാഫർ 12 ഫോട്ടോസ് എടുത്തിരുന്നു. ആ ഫോട്ടോസ് അന്ന് കഴുകി പ്രൂഫ് എടുക്കുക, അങ്ങനെയാണ് വാഷ് ചെയ്തിട്ട്
അത് പ്രൂഫ് ആകുമ്പോഴത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അത് വാങ്ങിക്കൊണ്ടുപോയി ആ ഫോട്ടോസ് പിന്നെ ആ കേസ് റെക്കോർഡിൽ എവിടെയും പുറത്തു വന്നിട്ടില്ല. ഇതൊക്കെ തെളിയിക്കുന്നത് സ്വാധീനം തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ പലതരത്തിലുള്ള സ്വാധീനവും ഭീഷണിപ്പെടുത്തലും ഒക്കെ നടന്നതിന് ശേഷവും 28 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നതാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന നിമിഷമാണ് ഇത്. നമുക്ക് തിരിച്ചു വരാം. സുഗതകുമാരി ടീച്ചർ വിടവാങ്ങി. രാത്രിമഴ, നോവിൻ ഞരക്കങ്ങൾ, ഞെട്ടലുകൾ, തീക്ഷ്ണസ്വരങ്ങൾ, പൊടുന്നനെയൊരമ്മ തൻ ആർത്തനാദം. മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരി അന്തരിച്ചു. കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആന്തരിക അവയവങ്ങളെ കോവിഡ് ഗുരുതരമായി ബാധിച്ചിരുന്നു. കവിത കൊണ്ടും നിലപാടുകൊണ്ടും മലയാളിയെ തൊട്ടുണർത്തിയ എഴുത്തുകാരിയായിരുന്നു സുഗതകുമാരി. അമ്പലമണികൾ, രാത്രിമഴ, തുലാവർഷപ്പച്ച തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ കവിതകൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടമാണ് സുഗതകുമാരിയെ സുപരിചിതയാക്കിയത്. തിരുവനന്തപുരം ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. കാർത്തിക്, 7 പതിറ്റാണ്ട് നീണ്ട കാവ്യ ജീവിതത്തിനാണ് അവസാനമാകുന്നത്. ഇപ്പോൾ മൃതദേഹം എവിടെയാണ്? പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? കോവിഡ് ബാധിതയായാണ് മരണം, അതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ പാലിക്കേണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? രേണുക, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഹാളിലാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സുഗതകുമാരി ടീച്ചറിൻ്റെ ഛായാചിത്രത്തിന് മുന്നിലാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എല്ലാവർക്കും അവസരം ഉള്ളത്. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ മറ്റ് സാമുദായിക സാംസ്കാരിക നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാവും സംസ്കാര ചടങ്ങുകൾ. 1 മണി മുതൽ ഇവിടെ ഛായാചിത്രത്തിന് മുന്നിൽ ടീച്ചർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ പൊതുജനങ്ങൾക്കും അവസരം ഉണ്ടാകും. ടീച്ചറുടെ കുടുംബാംഗങ്ങളും ഇവിടെയായിരിക്കും ഉണ്ടാവുക. ഇന്ന് രാവിലെ 10:52 മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രി സുഗതകുമാരി ടീച്ചർ വിടവാങ്ങിയത്. കഴിഞ്ഞ ദിവസം ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ടീച്ചറെ പ്രവേശിപ്പിച്ചത്. കോവിഡ് ബാധിതയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എങ്കിലും രോഗം ഗുരുതരമായതിനെ തുടർന്നാണ് ടീച്ചറെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. 86 വയസ്സായിരുന്നു. മാത്രമല്ല, ഇന്ന് രാവിലെ രോഗം തീരെ വഷളാവുകയും ഇന്നലെ വൈകിട്ടോടുകൂടി ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ടീച്ചറുടെ ആരോഗ്യ നിലയിൽ ആശങ്കാജനകമായ കാര്യങ്ങൾ ഡോക്ടർമാർ പങ്കുവച്ചിരുന്നു. ഏതായാലും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തമ്മ വിടവാങ്ങിയിരിക്കുന്നു. അവർ അർഹിക്കുന്ന രീതിയിലുള്ള അന്തിമോപചാരം അർപ്പിക്കാൻ എല്ലാ അവസരവും പൊതുജനങ്ങൾക്ക് നൽകുന്ന തിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും. കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വളരെ ഏറെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ ഛായാചിത്രത്തിന് മുന്നിലായിരിക്കും എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമുണ്ടാവുക. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. രേണുക. കാർത്തിക്, സംസ്കാര ചടങ്ങുകൾ 4 മണിക്കാണ് നടക്കാൻ ഇരിക്കുന്നത്. അതിനും കോവിഡ് പ്രോട്ടോകോൾ ബാധകമായിരിക്കുമോ? സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുക്കാവുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാവും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുകൊണ്ട് തന്നെ ശാന്തി കവാടത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. സമാന്തരമായി തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഇത്തരത്തിൽ പ്രിയപ്പെട്ട ടീച്ചർക്ക് തലസ്ഥാനവാസികൾക്ക്, ടീച്ചറെ ഇഷ്ടപ്പെടുന്നവർക്ക്, ടീച്ചറിൻ്റെ ശിഷ്യർക്ക് എല്ലാം ഇത്തരത്തിൽ ടീച്ചർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പരിമിതികൾ നിരവധിയായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് എന്നാണ് അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നമ്മോട് വിശദീകരിച്ചത്. ശാന്തി കവാടത്തിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാകില്ല. കുടുംബാംഗങ്ങൾ മാത്രമായിരിക്കും അവിടേക്ക് എത്തുക. അവിടെ PP കിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ടാവും കുടുംബാംഗങ്ങളെ പോലും പ്രവേശിപ്പിക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ
ഇക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ ചിത്രം വരേണ്ടതുണ്ട്. കാര്യങ്ങൾ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ സംസ്കാര സമയം തീരുമാനിച്ചിട്ടുണ്ട്. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും. ടീച്ചർക്ക് ഇക്കാര്യത്തിലെല്ലാം നേരത്തെ കൃത്യമായ നിലപാടുകൾ ടീച്ചർ പല അഭിമുഖങ്ങളിലും പങ്കുവച്ചിരുന്നതാണ്. അതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതായാലും സംസ്കാര സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 4 മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും ടീച്ചർ തന്റെ അവസാന യാത്രയയപ്പ് വിടവാങ്ങൽ ചടങ്ങുകൾ എങ്ങനെ വേണമെന്ന ടീച്ചറുടെ കൂടി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള അന്തിമ തീരുമാനങ്ങൾ. ഇപ്പോൾ എന്തായാലും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഛായാചിത്രത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. മലയാളത്തിൽ കവി ഒരേ സമയം ആക്ടിവിസ്റ്റ് കൂടിയാകുന്നത് സുഗതകുമാരിയുടെ പിതാവ് ബോധേശ്വരനിൽ നിന്നാണ്. സ്വാതന്ത്ര്യ സമരത്തെയും കവിതയെയും ഒപ്പം കൊണ്ടുപോയ ബോധേശ്വരന്റെ അതേ പാതയിലായിരുന്നു സുഗതകുമാരിയും. പ്രണയത്തിൽ നിന്ന് അതിവേഗം മനുഷ്യനിലേക്കും മണ്ണിലേക്കും പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു സുഗതകുമാരി കവിതകൾ. കേരളത്തിൽ മറ്റൊരു കവയിത്രിയും ഇത്രമേൽ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ല. രാത്രിമഴ ചുമ്മാതെ കേളും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. ഇതാണ് സുഗതകുമാരി കവിതയുടെ ഇഴയെടുപ്പം. രാത്രിമഴയുടെ കാൽപ്പനികത എല്ലാവർക്കും വിഷയമായപ്പോൾ സുഗതകുമാരിക്ക് മുന്നിലത് മനോനില തെറ്റിയ പെൺകുട്ടിയെപ്പോലെ ഖിന്നയായി കരയുകയാണ്. സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണത്തിലേക്ക് നയിച്ച പ്രക്ഷോഭവും കവിതയും ഒരേ വഴിയിൽ സഞ്ചരിച്ച ദിനങ്ങൾ. ഈ കാവ്യാത്മക പ്രതിരോധത്തിന്റെ ഫലമായിരുന്നു സി അച്യുതമേനോൻ സർക്കാർ നടപ്പാക്കിയ ആശുപത്രി നവീകരണങ്ങൾ. ഉറവകൾ നടുങ്ങിവറ്റുന്നു 100,000 നിലവിളി ഉയർന്നു താഴുന്നു. വിരിമാറിൽ മുറിവു നിറയുന്നു സഗൗരവം തലപൊക്കി. സൈലന്റ് വാലിയിലെ സിംഹവാലൻ കുരങ്ങുകൾക്ക് വേണ്ടി പാടാൻ അന്നൊക്കെ ഒരേ ഒരു സുഗതകുമാരിയെ ഉണ്ടായിരുന്നുള്ളൂ. കരിമരുന്നിട്ട പൊട്ടിത്തകർക്കും 100 മലകൾ, അലറിയുടഞ്ഞു വീണ കാലത്തുയർന്ന വരികൾ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കും വരെ തുടർന്ന വിശ്രമമില്ലാത്ത ആക്ടിവിസം. ശബളമാം പാവാടഞ്ഞുറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പേകെ അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി. ഇന്നത്തെ ഭാവുകത്വം ഈ കവിതയുടെ രാഷ്ട്രീയ ശരിയെ എങ്ങനെ വായിച്ചാലും അന്ന് അതൊരു വലിയ ശരിയായിരുന്നു. അരയിൽ തിളങ്ങുന്ന കുടവുമായി അനുരാഗത്തിന്റെ അഞ്ജനം ചാർത്തി നടക്കാത്ത രാധയായിരുന്നു ശരി. ചപലകാളിന്തിയുടെ കുളിരലയിൽ പാതി മുഴുകി വിറയാർന്ന കൈകളാൽ ഉടയാട ചോദിക്കാത്ത രാധിക. ആ കവിത ഉണ്ടാക്കിയ അലയുടെ തെളിവെടുപ്പാണ് അയ്യപ്പ പണിക്കരുടെ ഗോപികാദണ്ഡകം എന്ന പ്രതികവിത. മലയാളത്തിലെ ആദ്യ മുൻനിര പ്രതികവിത കൂടിയാണ് അറിയുന്നു ഗോപികയെ നിന്നെ ഞാൻ എന്ന വരികൾ. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു താഴ്ന്നിരുന്നു. ഇടറുമീ ഗാനമും നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിന് കിളികളില്ല. ചിറകൊടിഞ്ഞ പക്ഷികൾക്ക് വേണ്ടി എത്രയെത്ര ഗാനങ്ങൾ. അതിനിടെ കവയത്രിയുടെ രാഷ്ട്രീയവും ചർച്ചയായി. RSSന്റെ ഒളിപ്പോരാളിയായി എന്ന സക്കറിയ വിളിച്ചപ്പോൾ മറുപടി കവിതയിലൂടെയായിരുന്നു. ഒരാൾ മുകളിലായി വിളക്ക് കാട്ടുന്നു, ഒരാൾ വടിയൂന്നി നടക്കുന്നു മുന്നിൽ. ഒളിപ്പോരെന്തെന്ന് പഠിപ്പിച്ചിലിവർ തിളച്ച വെയിലത്തെ പയറ്റിയിട്ടുള്ളൂ. ഇതായിരുന്നു ആ കവിത. സ്വാമി വിവേകാനന്ദനും ഗാന്ധിജിയുമാണ് ഗുരുക്കന്മാർ എന്നായിരുന്നു ആ മറുപടി. മരണാനന്തരം എന്തു ചെയ്യണമെന്ന് പോലും അഭിമുഖത്തിലൂടെ സുഗതകുമാരി വ്യക്തമാക്കി. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും. എനിക്ക് ശവപുഷ്പങ്ങൾ വേണ്ട. മരണം ആശുപത്രിയിലാണെങ്കിൽ നേരെ വീട്ടിലെത്തിക്കണം. ആരെയും കാത്തു നിൽക്കാതെ ശാന്തി കവാടത്തിൽ കൊണ്ടുപോകണം. ആചാരവെടിയും ഔദ്യോഗിക ബഹുമതികളും വേണ്ട.
ചിതാഭസ്മം ശംഖുമുഖത്തൊഴുക്കണം. 16 അടിയന്തരവും എനിക്ക് വേണ്ട. പേരെഴുതി വെക്കാതെ, ചിതാഭസ്മം സ്ഥാപിക്കാതെ ഒരാൽമരം നടണം. അതിൽ ചുവന്ന പഴങ്ങളുണ്ടാവട്ടെ, കിളികൾ വന്നിരിക്കട്ടെ. ഇനി മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും ബാക്കിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.